ഇതുണ്ടോ, എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടാലേ അറിയാമല്ലോ ഇന്നത്തെ പരീക്ഷണം വിജയിച്ചു എന്ന്. ഞാൻ വലിയ പനീർ ഫാനൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബട്ടർ പനീർ മസാലയാണേ. എന്നാൽ പിന്നെ തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് പനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാമേ. അതിനുശേഷം സെയിം പാനിലേക്ക് കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും ചേർത്ത ശേഷം ഒരു സവാളയും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് കാഷ്നട്ട്, ബദാം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ടേ. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുത്തേ. അതും നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായി തണുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാമേ. പിന്നീട് സെയിം പാനിലേക്ക് ഈ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് കുറുകി വരുന്നത് വരെ ഒന്ന് വേവിക്കുന്നുണ്ടേ. കറി നന്നായി കുറുകി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലയും ഫ്രഷ് ക്രീമും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി. ഇനി ഞാൻ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത് ബ്രെഡാണേ. ഒന്ന് ജസ്റ്റ് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബ്രെഡും പനീർ മസാലയും. ഇനി ഞാനെന്നാൽ കഴിച്ചു നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റി ആയിരുന്നേ. ഞാനിപ്പോൾ പനീറിൻ്റെ ഫാനായോ എന്നൊരു സംശയമില്ലാതില്ല.